ഭാരതീയ സങ്കല്പപ്രകാരം മുതലിനെ നമ്മൾ 8ആയിട്ടാണ് നമ്മൾ കാണുന്നത്. 8 തരത്തിലുള്ള ലക്ഷ്മിമാർ. അതിപ്പം ആരോഗ്യലക്ഷ്മിയുണ്ട്, സന്താനലക്ഷ്മിയുണ്ട്, പിന്നെ ഗജലക്ഷ്മി അഥവാ പശുലക്ഷ്മിയുണ്ട്, പിന്നെ അങ്ങനെ 8 രീതിയിലുള്ള ലക്ഷ്മിമാർ. അപ്പം നമുക്ക് മക്കളെന്ന് പറയുന്നത് നമ്മുടെ മുതലാണ്, പിന്നെ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് മുതലാണ്, പിന്നെ ആരോഗ്യമെന്ന് പറയുന്നത് മുതലാണ്. ഇങ്ങനെ നമുക്ക് എന്താണ് മുതൽ എന്നുള്ള ആലോചനയാണ് ഈ മുതൽ എന്ന് പറയുന്ന നോവലിലേക്ക് എത്തുന്നത്. അപ്പം അത് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യൻ ഈ ആദ്യം വേട്ടയാടുന്ന സമയത്ത് മൂർച്ചയുള്ളൊരു കല്ലായിരുന്നു അവൻ്റെ ഒരു നാണയമായിട്ട് നമുക്ക് കണക്കാക്കുക. ആ മൂർച്ചയുള്ള കല്ല് വിനിമയം ചെയ്തിട്ടാണ് ആളുകൾ കൈകാര്യം. പിന്നെ അത് കക്കത്തുണ്ടായി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുമായിട്ട് മാറുന്നു. ഇപ്പം നമുക്ക് സ്വർണം ഒക്കെ നമുക്കിപ്പോൾ മുതലായിട്ട് നമുക്ക് നിൽക്കുകയാണ്. അപ്പം സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ സ്വർണത്തിനൊരു ഇരുമ്പിൻ്റെ ക്വാളിറ്റി പോലും ഇല്ല. ഇരുമ്പ് കൊണ്ട് നമുക്ക് പണിയായുധം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, പല ആവശ്യങ്ങളുമുണ്ട്. സ്വർണം കൊണ്ട് നമുക്ക് ഇത് ആഭരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റ് അലങ്കാരം എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ലാത്തൊരു ഒരു ലോകമാണ്. പക്ഷേ അതിൻ്റെ വില വളരെ കയറി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പം വെള്ളിമൂങ്ങയുടെ വില, നക്ഷത്രയാമയുടെ വില, അല്ലെങ്കിൽ ഈ ഇരുതലമൂരിയുടെ വില എന്നൊക്കെ പറയുന്നു. അതിന് ലെബോ കോയിൻ അപ്പം ഉണ്ട്, ഇറീഡിയം എന്ന് പറയുന്ന സാധനം. അങ്ങനെയൊക്കെ ഈ പണ്ടിവിടെ പറയുമായിരുന്നു, ഈ പഴയ പെട്രോൾ മാക്സിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം അതിന് വൻ വില കിട്ടുമെന്നും, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ തലയുള്ള 1 രൂപ നാണയം, അല്ലെങ്കിൽ സിംഗർ തയ്യൽ മെഷീൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം, ഇതിലൊക്കെ ഇറീഡിയം ഉണ്ടെന്നും ഇതിന് വരെ. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ മുതലായി വളരുന്ന പല കാര്യങ്ങളുമുണ്ട്. മുതൽ നമ്മളതിനൊരു മുതൽ കൊടുക്കുന്നു എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ ഒരു മുതലായി വളരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം കഥകളെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സാധനത്തിന് നമുക്കൊരു മുതൽ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ഇതാണ് മുതൽ നോവൽ എഴുതാൻ വേണ്ടി എന്നെ ആകർഷിച്ചത്. അങ്ങനെ കഥകൾ അന്വേഷിച്ച് ഞാൻ പോകുമ്പോൾ ഇപ്പം ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സാധനം, ക്രിപ്റ്റോ കറൻസിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അടിയിലുള്ളത് ഒരു ഡാറ്റാബേസാണ് എന്ന് പറഞ്ഞ ഒരു കഥയാണ് അതിൻ്റെയും അടിയിലുള്ളത്. ആ ഡാറ്റാബേസിൽ നിന്നാണ് ഒരു ക്രിപ്റ്റോ ലാംഗ്വേജിൽ എഴുതിയ ഒരു ഡാറ്റാബേസ്. അപ്പം നമ്മൾ ആലോചിക്കണം, നമ്മൾ ആദ്യകാലത്ത് പറഞ്ഞു തുടങ്ങിയ ഒരു കഥയിൽ നിന്ന് ഉണ്ടായ മുതൽ വളർന്ന് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി വരെ എത്തി നിൽക്കുന്ന രീതിയിലേക്കുള്ള മുതൽ എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ വിപുലമായ ചരിത്രമാണ് ഞാൻ പറയുന്നത്, മുതൽ നോവലിൽ പറയുന്നത്. പക്ഷേ അതിനകത്ത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം ഗൗരവമുള്ള കാര്യങ്ങൾ അത്തരം ഒരു ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്കത് ഗഗനമായ രീതിയിലേക്ക് മാറും. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഭാഷ ആഖ്യാനത്തിൽ പുതിയൊരു ഇതെടുത്തത്. നമ്മൾ വളരെ സാധാരണമായി സംസാരിക്കുന്ന, നമ്മളെ നാട്ടിൽ അല്പം നമ്മുടെ ഒരു സാധാരണക്കാരനായൊരു മനുഷ്യനാണ് എൻ്റെ ആഖ്യാതാവ്. ഒരാശാരി പയ്യനാണ് അപ്പോൾ എന്താണ്, സുധീഷ് നിലാവ് എന്ന് പറയുന്ന ഒരു സാധാരണ ആശാരി പയ്യനാണ് അതിൻ്റെ കഥ പറയുന്നത്. അപ്പോൾ അവൻ്റെ ഭാഷ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലാണ്. ആ ഭാഷയിൽ പറഞ്ഞു പോകുമ്പോൾ ഓരോ ചരിത്ര മുഹൂർത്തങ്ങളിലും എത്തുമ്പോൾ മുതലിനെ നമ്മൾ കണ്ട അമ്പരക്കാണ്. നമ്മൾ കൊടുക്കുന്ന വലിയ ഗൗരവമൊന്നും ഒന്നിനും ഇല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ത്യൻ ആത്മീയത എന്ന് പറയുന്ന ആ സാധനത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ ആത്മീയത എന്ന് പറയുന്നത് വെറും കഥകളാണ്. നമ്മൾ കഥകൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആ കഥകളിങ്ങനെ ഉണ്ടായി വന്നിന്. അപ്പം അതിനകത്തൊരു കഥാപാത്രം പറയുന്നുണ്ട്, ഈ കുന്നിൻ മുകളിൽ വന്ന് താമസിച്ചാൽ, പ്രത്യേകിച്ചും ഇടുക്കിയിൽ ഒക്കെയുള്ള നിഗൂഢമായ കുന്നിൻ മുകളിൽ വന്ന് താമസിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് കാണാത്ത പല കാഴ്ചകളും കാണും. അങ്ങനെ താമസിക്കുമ്പോഴാണ് ഇങ്ങനെ എലിയുടെ പുറത്ത് ആനയുടെ തലയുള്ള ഒരാൾ കയറിയിരുന്ന് പോകുന്നത് കാണുമ്പോൾ അതിന് അതിശയമൊന്നുമില്ല. അല്ലെങ്കിൽ 4 തലയുള്ള മനുഷ്യൻ, 10 തലയുള്ള മനുഷ്യർ, ഇങ്ങനെ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ കാണുന്ന എല്ലാ കഥാപാത്രങ്ങളെയും ഇത്തരത്തിലുള്ള ഇല്യൂഷനാണ് നമ്മൾ കാണുന്ന വല്ലാത്ത മായക്കാഴ്ചകളാണ്. ആ മായക്കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ആത്മീയത എന്ന മുതലായി മാറുന്നത്. രാഷ്ട്രീയം എടുത്താലും അങ്ങനെ തന്നെ. രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ ഉണ്ടാക്കുന്ന കഥകൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയെ പറ്റി ഉള്ള കഥ. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ്, അദ്ദേഹം സത്യാഗ്രഹം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ആ സത്യാഗ്രഹത്തെ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് അന്വേഷിച്ച് എവിടുന്ന് ഈ സത്യാഗ്രഹം അദ്ദേഹത്തിന് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ബനിയ ജാതിക്കാരനായ ഒരാളാണ് അദ്ദേഹം. അപ്പം ബനിയ ജാതിക്കാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് പണം കൊടുക്കലാണ്. നമുക്കൊക്കെ അറിയാം, ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെയൊക്കെ പലിശയ്ക്ക് പണം കൊടുക്കും. അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വന്നിട്ട് ഒരു അക്രമം ഒന്നുമില്ല. അവർ രാവിലെ വന്ന് പൈസ ഉണ്ടോ എന്ന് ചോദിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ ആ തിണ്ണയിൽ കുത്തിയിരിക്കും.
അവർ നിരാഹാരമാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചോറ് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട ഏട്ടാ, ഒന്നും വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയും. അങ്ങനെ നേരം വെളുക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ നമ്മുടെ തിണ്ണെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, എവിടെ നിന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ആ കടത്തിൽ കുറച്ച് കൊടുക്കും, അയാൾ അന്ന് പോവും. അത് വീണ്ടും അടവ് മുടങ്ങുമ്പോഴത്തേനും തിരിച്ചു വീണ്ടും ഇതേ പരിപാടിയായിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഈ പണം പലിശയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു മേടിക്കാനെടുത്ത അവരുടെ ആ രീതികളിൽ നിന്നാണ് സത്യാഗ്രഹം എന്ന ആശയം മഹാത്മാഗാന്ധിക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ആണ് ചരിത്ര മുഹൂർത്തങ്ങളെ മുഴുവൻ മുതലിൽ കാണുന്നത്. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ ഭാവുകത്വത്തിലേക്കുള്ളൊരു രചനയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുതൽ എന്ന നോവൽ എൻ്റെ എഴുത്തിൻ്റെ ഒരു അടുത്ത ഘട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു നോവലാണ്.